നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൃത്യമായി ഹൈക്കോടതിക്ക് ശബരിമല വിഷയം തെളിയണം എന്നുള്ള വാശിയുണ്ട്. ആ വാശി തന്നെയാണ് ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിന്റെ ശക്തിയും ബലവും. ചിലയിടങ്ങളിൽ SITയുടെ അന്വേഷണ മികവ് ചോർന്നു പോയപ്പോൾ കൃത്യമായി വടിയെടുത്ത് അടിച്ചോട്ടിച്ച് കൃത്യമായി തന്നെ അന്വേഷണത്തിനെ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ ഹൈക്കോടതി ശ്രമിച്ചിരുന്നു. ആ ശ്രമം വിജയിച്ചു എന്ന് കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി പറയുമ്പോഴും CBI അന്വേഷണം വരുമോ എന്നുള്ള ചോദ്യം ഉണ്ട്. CBI ശബരിമല കയറുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. രേഖകൾ മറച്ചുവെക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചെങ്കിലും സുപ്രധാന രേഖകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും SIT സംഘത്തിന് കഴിഞ്ഞെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. നിർഭയമായി അന്വേഷണം മുന്നോട്ടു പോകണം. സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ SIT സംഘത്തലവന് ഉൾപ്പെടുത്താം. അങ്ങനെ SIT സംഘത്തെ വിപുലീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഈ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് ഈ കേസ് എത്രയും വേഗം അന്വേഷിച്ച് അതിന്റെ തീർപ്പ് കണ്ടെത്തണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കോടതിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. കേസിൽ ഇതുവരെ 181 സാക്ഷികളെ ചോദ്യം ചെയ്തതായി SIT ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 4 ഘട്ടങ്ങളായി കേസ് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞത്, 2019 കട്ലപ്പാളി സ്വർണം പൂശൽ അടിച്ചെടുത്തത്, ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത്, 2025 ദ്വാരപാലക ശില്പം വീണ്ടും സ്വർണം പൂശിയത്. അങ്ങനെ അന്വേഷണ സംഘത്തിന് മേൽ മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT ഹൈക്കോടതിയെ ധരിപ്പിച്ചു. വിഷയത്തിൽ ഹൈക്കോടതി ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. അയ്യപ്പന്റെ അമൂല്യ സ്വത്തുക്കൾ നഷ്ടമായ കേസിൽ ഉന്നത സ്വാധീനത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്താണ് അന്വേഷണം കോടതിയുടെ കർശന മേൽനോട്ടത്തിലാക്കിയതെന്നും വ്യക്തമാക്കി. അന്വേഷണം പൂർത്തിയാക്കാനായി 6 ആഴ്ച കൂടി അനുവദിച്ചു. കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താനും അനുമതി നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയവും സമഗ്രവുമായ അന്വേഷണത്തിലൂടെ സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരങ്ങൾ ഇനിയും പുറത്തുവരുമെന്നും ജസ്റ്റിസ് V രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മികച്ച ഉദ്യോഗസ്ഥരെയാണ് കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ചിരിക്കുന്നത്. മാധ്യമ വിചാരണയിൽ പതറരുത്, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. SIT തലവനായ ADGP H വെങ്കിടേഷ്, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ S ശശീന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കേവലം സങ്കല്പങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഗൗരവകരമായ ഈ അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിലല്ല നടക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും തോന്നുന്നുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഇനി സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ ഹൈക്കോടതി നേരിട്ടിടപെടുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്വേഷണ പുരോഗതി പരിഗണിക്കാതെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. ഇത് അന്വേഷണത്തെ ദുർബലപ്പെടുത്താൻ അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടമാകാനും കാരണമാകും. ഊഹാപോഹങ്ങളും മറ്റും അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നു. മാധ്യമ വിചാരണയുടെ കീഴിൽ കേസ് അന്വേഷണം നടത്താനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഹൈക്കോടതി പരിഗണനയിലുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പൂർണ്ണമായും പരിശോധിക്കുകയാണ് ജാമ്യാപേക്ഷയിൽ A പത്മകുമാർ. ദേവസ്വത്തിന്റെ ഭരണപരമായ പദവിയിലിരുന്ന തനിക്ക് ജീവനക്കാരെ ശബരിമലയിൽ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരിക്കുന്നത്. താൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ഹർജിയിൽ വാദമുണ്ട്. നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണെന്നും സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനൻ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ലഭിച്ച 400 ഗ്രാമിലധികം സ്വർണം ശബരിമലയിലേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 10 ലക്ഷം രൂപ DD ആയും 10 പവൻ മാലയായും
തിരികെ നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ 1.5 കോടി രൂപ ക്ഷേത്രത്തിന് നൽകിയ തനിക്ക് തട്ടിപ്പ് നടത്തേണ്ട സാഹചര്യമില്ലെന്നുമാണ് ഗോവർദ്ധനൻ ഹർജിയിൽ പറയുന്നത്. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഏത് ഘട്ടത്തിലായിരിക്കും ജാമ്യ ഹർജി എടുക്കുക, ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ പത്മകുമാർ ജാമ്യ ഹർജിയുമായി നിരവധി തവണയാണ് കോടതിയെ സമീപിച്ചത്. എന്തായിരിക്കാം ഇന്ന് കോടതി എടുക്കുന്ന തീരുമാനം എന്നത് നിർണായകമാണ്. ഏതായാലും പത്മകുമാർ ഈ ഒരു ദിവസങ്ങളിലൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് വ്യക്തമാവുകയാണ്. പത്മകുമാർ വളരെ ശക്തമായ ചില ചോദ്യങ്ങളാണ് കോടതിയോടും ചോദിച്ചത്. കോടതി അതേ ചോദ്യങ്ങൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും ചോദിച്ചിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം 181 സാക്ഷികളെ അടക്കം വിസ്തരിച്ച ഈ ഒരു കേസിൽ നിലവിലെ അന്വേഷണ പുരോഗതിയിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോടതി എപ്പോഴാണോ തൃപ്തി രേഖപ്പെടുത്തിയത് അപ്പോഴൊക്കെ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഉഴപ്പൻ മട്ട SIT കാണിക്കുന്നതുണ്ടായിരുന്നു. പക്ഷേ ഇനി SIT ഉഴപ്പിയാൽ കൃത്യമായി തന്നെ കോടതി പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രേഖകൾ മറച്ചുവെക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചെങ്കിലും സുപ്രധാന രേഖകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും SIT സംഘത്തിന് കഴിഞ്ഞെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. നിർഭയമായി അന്വേഷണം മുന്നോട്ട് പോകണം, സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ SIT സംഘത്തലവന് ഉൾപ്പെടുത്താം, കോടതി ഇക്കാര്യം ബോധ്യപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. കേസിൽ ഇതുവരെ 181 സാക്ഷികളെ ചോദ്യം ചെയ്തതായി SIT ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 4 ഘട്ടങ്ങളായി കേസ് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ആ 4 ഘട്ടവും ഏതൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യവും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതേ വഴി ഹൈക്കോടതി അടിച്ച വഴി തന്നെ SIT പോകുമോ എന്ന് കാത്തിരുന്നു കാണാം. നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള ബാഹ്യ ഇടപെടലുകൾ നടക്കില്ല എന്ന് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. മാത്രമല്ല ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. 4 പോയിന്റുകളായി തിരിച്ചു കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയുടെ നീക്കങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാകുന്നു. ഇതാദ്യമായിട്ടായിരിക്കണം ഒരു കേസ് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള നീക്കത്തിൽ ഹൈക്കോടതി എത്തുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഒരു കേസ് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഹൈക്കോടതി. അതേ പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വ്യക്തമാവുകയാണ്. 6 ആഴ്ച കൂടിയാണ് സമയം നൽകിയിരിക്കുന്നത്. കേസ് പൂർണ്ണമായി അന്വേഷിച്ച് ഹൈക്കോടതിയുടെ മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 6 ആഴ്ച മാത്രമാണ് ഇനി ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് SITക്ക് ഈ ദിവസങ്ങളൊക്കെ തന്നെ അതീവ നിർണായകമാണ്. ഒരു പക്ഷേ SITക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോടതി ഇടപെടുകയും ഒരുപക്ഷെ കോടതി നേരിട്ട് അന്വേഷണം പോലും നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം നോക്കുമ്പോൾ SIT കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാവുകയാണ്. മാധ്യമങ്ങളെയും രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. അനാവശ്യമായി ഈ ഒരു വിഷയത്തെ എടുത്തുപൊക്കി അനാവശ്യമായി തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല എന്നും കോടതി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും കോടതിയുടെ നീക്കങ്ങൾ കൃത്യവും വ്യക്തവുമാണ്. SITക്ക് കോടതിയുടെ വെൽഡൺ ആവശ്യം ലഭിച്ചിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. ഇതേ രീതിയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഇതിന്റെ അറ്റം കാണാൻ നമുക്ക് സാധിക്കുമെന്ന് വ്യക്തമാവുകയാണ്.